ആക്ച്വലി ഐ എം ഡിസപ്പോയിന്റഡ്. സെയിം തന്നെയാണ്. അപ്പം ട്രാവൽ കുറവായതുകൊണ്ട് വലിയൊരു കുഴിയിലൊക്കെ പോയി ചിലപ്പോൾ ടക്ക് എന്നൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്രയും ഗ്യാപ്പ് വന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല. അതായത് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 100% ഉണ്ടാവോ? അത് പാക്കിംഗ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. കൊടുക്കുന്ന പൈസയ്ക്ക് ഫീച്ചേഴ്സ് നല്ലോണം കുത്തി നിറച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ എല്ലാം മോഹിപ്പിച്ച് ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് സെല്ലറായി മാറിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു ഫുൾ ഫേസ് ലിഫ്റ്റ് മോഡലാണ് റോസ്റ്റയുടെ നമ്മുടെ ഉള്ളത്. ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ലുക്ക് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഫുൾ റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഫോർ ദാറ്റ് നമുക്ക് റോഷൻ ചേട്ടനെയും കിട്ടിയിട്ടുണ്ട്. റോഷൻ ചേട്ടൻ ഹാസ് ബീൻ ഡ്രൈവിംഗ് ദ കാർ. സോ റോഷൻ ചേട്ടൻ വെൽക്കം ടു ദ ഷോ വൺസ് അഗൈൻ. ഞങ്ങൾക്ക് ഈ ക്രെറ്റയുടെ ഡ്രൈവിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു ക്രെറ്റയുടെ ഡ്രൈവ് സ്റ്റാർട്ടിങ് മുതൽ. കാരണം വി മിസ് ദ ഫ്ലൈറ്റ് അല്ല, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ജോധ്പൂർ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത് കാരണമാണ് ഹ്യുണ്ടായി നമുക്ക് ക്രെറ്റ നാട്ടിൽ തന്നെ തന്നു. അതിനുശേഷം ലോഞ്ചിന് വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. വീണ്ടും ആ ഫ്ലൈറ്റ് അഗൈൻ ഗോട്ട് ക്യാൻസൽ, ഡൽഹി ഫോഗും കാരണങ്ങൾ. സോ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ദേ മാനേജ് ടു ഗിവ് ദ കാർ. ആ ഒരു വാഹനം നമുക്ക് കൊച്ചിയിൽ തന്നെ തരാനായിട്ട് മാനേജ് ചെയ്തു. അങ്ങനെയാണ് ബാബുവിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്താണെങ്കിലും ഡിസൈനിലേക്ക് സ്ട്രെയിറ്റ് നമുക്ക് പോകാം. ബാബു പറഞ്ഞ പോലെ ക്രെറ്റ ഒരു നല്ല രീതിയിൽ വിറ്റഴിച്ചിരുന്നൊരു വാഹനമാണ്. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇപ്പോൾ വന്നത്. 2020 ഈ ഒരു ജനറേഷൻ തന്നെ വന്ന്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഫ്രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ഒരു മിക്സ്ഡ് ഫീലാണ് എനിക്കുള്ളത്. പ്ലസും മൈനസും എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പഴയ ക്രെറ്റ, അതായത് ഏത് ക്രെറ്റേനാണോ ഇത് റീപ്ലേസ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും എത്രയോ ഭംഗിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ബാബു അത് നേരെ പിടിക്കുക. കാരണം ഈ ഒരു ഗ്യാപ്പില്ലേ, ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഗ്യാപ്പ് റേഡിയേറ്ററിന്റെ കംപ്ലീറ്റ് വിസിബിലിറ്റിയും ഇതിനകത്ത് എന്തൊക്കെയാണെന്ന്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഗ്രില്ലിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇത്രയും ഗ്യാപ്പ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു സ്ലാറ്റ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. യെസ്, പഴയതിൽ നിന്നും ഗ്രില്ല് കുറച്ചും കൂടി വൈഡറായി. നേരത്തെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ടായി പോകുമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വൈഡറായി. ദെൻ ഈവൻ ഹെഡ്ലൈറ്റ് നേരത്തെ ഒരു കർവ് ആയിരുന്നു. Now it's more boxier. ആ ഒരു കർവ്, ആ കർവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പഴയ ക്രെറ്റ ഒരുപാട് കർവേഷ്യസ് ആയിരുന്നു. അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം കൂടി എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ക്രെറ്റ പോളറൈസിങ് ആയിരുന്നു. ഏതർ യു ലൈക്ക് ഇറ്റ് ഓർ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതിന്റെ ഇടയിൽ നിന്നുള്ള കളിയൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നു പഴയ ക്രെറ്റ. ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതില് ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത് ഒന്നാമത്തെ പോയിന്റ്, ഈ ബോക്സി ടൈപ്പ് വന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ന്യൂ ജനറേഷൻ ഹ്യുണ്ടായുടെ മിക്ക വാഹനങ്ങളിലും നമുക്ക് ഈ ബോക്സി ഫീൽ ഒരുപാട് ഫീൽ ചെയ്യും. ഈവൻ ഗ്ലോബൽ മാർക്കറ്റിലുള്ള പലതിനും ഒരു ബോക്സി ഫീൽ ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ക്വയർഡ് അപ്പ് ഐ എം നോട്ട് അഗൈൻസ്റ്റ്. നേരത്തെ ഉണ്ടായിരുന്ന DR-ലാണെങ്കിലും 2 പീസിലാണ് വന്നത്, മുകളിലും താഴെയും ഹെഡ്ലൈറ്റ്. അത് മാറിയിട്ട് ഫുൾ ലെങ്ത് വന്നു. So those things are all fine. But I agree. ഇവിടെ ഈ ഇത്രയും ഗ്യാപ്പ് വന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഗ്യാപ്പ് വന്നത് ഫ്രണ്ടിന്റെ ഭംഗിയെ തന്നെ കുറച്ചിട്ടില്ലേ. കാരണം ഫ്രണ്ടിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്നത് റേഡിയേറ്റർ ആണ്, അല്ലേ? ഇവിടെ ക്യാമറ ഉണ്ട്, കാര്യങ്ങളുണ്ട്, 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ടാവും. യെസ്, 360 ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് വേണ്ടായിരുന്നു. അതാണ് ഫ്രണ്ടിന്റെ കാര്യം. ബോണറ്റ് ആക്ച്വലി നല്ല മസ്കുലർ ആയിട്ടുണ്ട്. ഇപ്പോൾ വാഹനത്തിന് ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ ആക്ച്വലി ഡിസീവിംഗ് ആണ്. അതായത് നമ്മളെ കബളിപ്പിച്ച് കളയും. ഇത് വെന്യൂ ആണോ എന്ന് വരെ തോന്നിപ്പോവും. പക്ഷേ ഒരു ബിഗർ സൈസ് ആണ്. നേരിട്ട് കാണുമ്പോഴാണ് വാവ്, ഇറ്റ്സ് സോ മച്ച് ബിഗർ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു ഓവറോൾ ഫ്രണ്ട് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. എക്സെപ്റ്റ് ഫോർ ദിസ് ഗ്രില്ലിന്റെ ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ചേരില്ലാത്തുള്ളൂ. ഞാൻ വണ്ടി നമ്മൾ ഫ്രണ്ടിലെ ഒരുപാട് വ്യത്യാസം പഴയ ക്രെറ്റയുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ക്രെറ്റയുമായിട്ട് പറഞ്ഞെങ്കിലും സൈഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല. ഈ ഒരു ലൈൻ കണ്ടു ബാബു, ഈ ലൈൻ നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയുടെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ, ഈ ഒരു എലമെന്റ്, ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. സോ സൈഡിൽ എനിക്ക് പഴയ ക്രെറ്റ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ സൈഡിൽ നോർമലി ഒന്നും ഉണ്ടാവാറില്ല. അത് തന്നെ ആണ് ക്രെറ്റയിലും ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഫ്രണ്ടിലും ബാക്ക് നമ്മൾ കാണാം ഇത്രയും മാറ്റങ്ങൾ വന്നിട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഷെടാ എന്നുള്ളൊരു തോന്നൽ വരും. അല്ല, പക്ഷേ ഫേസ് ലിഫ്റ്റിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീൽ സൈസ് വരുന്നത് 17 ഇഞ്ച്. പക്ഷേ വീലിന്റെ പാറ്റേൺ മാറ്റമുണ്ട്. അലോയ്സിന്റെ പാറ്റേൺ പുതിയ പാറ്റേൺ ആണ് വരുന്നത്. 17 ഇഞ്ച് വീൽസ് വരുന്നത്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കീലെസ് എൻട്രി,
കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ബാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബാക്ക് സൂപ്പർബ് എന്ന് തന്നെ പറയണം. ബാക്കിലെ ഈ ഫുൾ ലെങ്ത് ഈ ഒരു ലൈറ്റ് അല്ലെങ്കിൽ LED ലൈറ്റ് ബാർ കണക്റ്റിംഗ് ലൈറ്റ്സ് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. അത് നമ്മൾ ഇപ്പം വെന്യൂലാണെങ്കിലും അതൊരു എച്ച് രീതിയിൽ വന്ന, അതിൽ നിന്നും എച്ച് ഇല്ല ഇതിനകത്ത്. എന്നാൽ പോലും ദിസ് ഇസ് നൈസ്. ഈ ഒരു എലമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ താഴോട്ടാണെങ്കിലും ബമ്പറിന്റെ ഡിസൈൻ ആണെങ്കിലും എനിക്ക് ഇഷ്ടമായി. വേറെ വ്യത്യാസമൊന്നുമില്ല. ബൂട്ട് സ്പേസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. കാരണം ദർ ഇസ് നോ ഡിഫറൻസ്. ഇതിന്റെ വീൽ ബേസിലോ കാര്യങ്ങളോ ഒന്നും ഡിഫറൻസ് ഇല്ല. സോ എക്സ്റ്റീരിയർ ലുക്സിൽ മിക്സ്ഡ്, എനിക്ക് ഒരു മിക്സ്ഡ് ഫീലാണ് വരുന്നത്. ബാബുവിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അതായത് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 100% ഉണ്ടാവും. ഉണ്ടാവോ? ഓക്കെ, ഞാൻ ആ ഒറ്റ കാര്യം പറയുന്നു. ആ ഒരു ഗ്രിൽ വേറെ എനിക്ക് ഒരു പരാതിയില്ല. ബിക്കോസ് ലുക്സ് ബെറ്റർ ദാൻ ഈ പോകുന്ന ക്രെറ്റയേക്കാൾ ബെറ്റർ ആണ്. പോകുന്ന ക്രെറ്റ ഫ്രണ്ടിൽ കുറച്ച് ചെറുതായിരുന്നു. ഇതൊരു ഫുൾ ബാക്കിൽ ടെയിൽ ലൈറ്റും കുറച്ച് വിയർഡ് ആയിരുന്നു. ഇപ്പൊ ഇതെല്ലാം അടിപൊളിയായി. എനിക്ക് ആ സ്പേസ് എന്തിനാ ഇട്ടേക്കണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല. ഓൾസോ ഒരു അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടുള്ള, അതിപ്പം എന്താണ്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമന്റ്സിൽ അറിയിക്കണം, മറക്കരുത്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ആ ഗ്രില്ലിൽ അത്രയും സ്പേസ് വേണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാബുവിന് ഇഷ്ടമാണെന്നും പറയുന്നു. സോ ലെറ്റ്സ് സീ ദാറ്റ്. ഓക്കെ, എക്സ്റ്റീരിയറിൽ ഒരു മാറ്റം വന്നിട്ടുള്ളത്, വണ്ടിയുടെ ഓവറോൾ ലെങ്ത് 30 mm കൂടിയിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ഫ്രണ്ടിലും ബാക്കിലും ബമ്പറിൽ എവിടെയോ ബമ്പറിൽ കൂടിയത്. വീൽ ബേസ് സെയിം ആയതുകൊണ്ട് ഇന്റീരിയർ സ്പേസിലൊന്നും വ്യത്യാസം കാണാൻ സാധ്യതയില്ല. നമുക്ക് ഇന്റീരിയർ നോക്കാം. സോ ക്രെറ്റയുടെ ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലുമായിട്ട് നോക്കിയാൽ ഒന്നും തന്നെ പഴയതില്ല. എല്ലാം പുതിയ ഡിസൈനിലാണ്. സ്റ്റിയറിംഗ് ഓക്കെ പഴയതാണെന്ന് പറയാം. സ്റ്റിയറിംഗിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ പഴയതാണ്. പഴയ സ്റ്റിയറിംഗിനാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ നമുക്ക് പഴയതെന്ന് പറയാനില്ല. ഇപ്പോൾ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ AC വെൻറ്റ് മുകളിലായിരുന്നു, താഴെ സ്ക്രീൻ ഒരു സിംഗിൾ സ്ക്രീനായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ അത് ഒരു ഫുൾ പാനൽ, ഒരു സിംഗിൾ പാനലിൽ 2 സ്ക്രീനായിട്ട് വരുന്നത്. 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻസാണ് വരുന്നത്. ഈ സ്ക്രീൻ നമ്മൾ സെൽറ്റോസിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ഇൻ്റർഫേസിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കളർ കോമ്പിനേഷനിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ സെൽറ്റോസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ സിഗ്നൽ ഇടുമ്പോൾ ആ ഒരു ബ്ലൈൻഡ് മോണിറ്ററിങ് സിസ്റ്റം, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് 2 സൈഡിലും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ ക്രെറ്റയിൽ കണ്ടതാണ്. സെൽറ്റോസിൽ കണ്ടാണ്. യെസ്, സെൽറ്റോസിൽ അതൊരു പേര് വരെ മാറിപ്പോയി. അതെ, സെൽറ്റോസിൽ ഈ 2 സ്ക്രീൻ ആക്ച്വലി ആ സെയിം യൂണിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കളേഴ്സ് മാത്രമാണ് അവർ മാറ്റം വരുത്തിയത്. അതിലൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു സ്ക്രീനായിട്ട് തോന്നുന്നത്. ഇതിൽ ആ സ്ക്രീനിനെ കുറച്ചുകൂടി കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അവർ അതിൻ്റെ ചുറ്റും ചെയ്തത്. അതിനെപ്പറ്റി റോഷൻ്റെ അഭിപ്രായം? ഇതൊരു ബോക്സിന്റെ ഉള്ളിലാക്കി കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ സെൽറ്റോസിൽ അതൊരു സ്ക്രീനായിട്ട് നമുക്ക് ഫീൽ. ഇപ്പം മെർസിഡീസിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ മെർസിഡീസിൽ നിന്നാണ് ആക്ച്വലി ഒരു സിംഗിൾ പാനൽ ഡബിൾ സ്ക്രീൻ ഒരു കോൺസെപ്റ്റ് തന്നെ വന്നത്. പക്ഷേ ക്രെറ്റയിൽ അല്ല, സോറി അഗൈൻ സെൽറ്റോസിൽ അത് നമുക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. അതൊരു ബോക്സ് ആക്കി കളഞ്ഞത്. അതുപോലെ ഒരു പ്ലാസ്റ്റിക് ഫീൽ അതിൻ്റെ മുകളിലെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്പേസിലെ ഒരു ലെതർ റബ്ബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെന്റും എനിക്ക് ഇഷ്ടമാണ്. സോ AC വെന്റിന് ഈ റൈറ്റ് സൈഡിൽ നേരത്തെ വന്നിരുന്നത് ഒരു വെർട്ടിക്കൽ വെന്റ് ആയിരുന്നു. അതിപ്പോൾ മാറിയിട്ട് ഒരു ഹൊറിസോണ്ടലായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ AC വെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം അത് മുകളിലേക്ക് കയറി അതിനോട് ചേരുന്ന രീതിയിൽ കമ്പാറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിസൈൻ ആ രീതിയിൽ തന്നെ വന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഈ ഒരു സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ. പാക്കിംഗ് ഇഷ്യൂ കാരണമാണ് അവർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതിരുന്നത്. പാക്കിംഗ് ഇഷ്യൂ ഒന്നുമല്ല അത്. ഈ ഒരു സ്പേസിന് വേണ്ടിയിട്ട് അവിടെ ഫോണൊക്കെ വയ്ക്കാം, അത് പാക്കിംഗ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. അത് റബ്ബർ ഫീൽ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റാണ് സെന്റർ കൺസോൾ. നേരത്തെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന പോലെ ഒരു സിംഗിൾ ലൈൻ ആയിരുന്നു. അതിന് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഈ ഒരു യൂണിറ്റ് എനിക്ക് ആക്ച്വലി ഐ എം ഡിസപ്പോയിന്റഡ്. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് പഴയ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ക്ലങ്കിയാണ്. അത് ഉപയോഗിക്കാനും കാണാനും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, അതിൽ പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ലൈക്ക് വൈസ് റോഷന് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഡാഷ്ബോർഡിന്റെ ടോപ്പ് പോർഷൻ അവിടുത്തെ പ്ലാസ്റ്റിക്കും ചീപ്പാണ് എന്നുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത് ഉണ്ട്. പക്ഷെ ഡിസൈൻ വൈസ് അത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് ഇതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ആവശ്യമില്ല. ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു. യൂണിറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയി കുറച്ചും കൂടി. പക്ഷെ അതൊരു പഴയ
മോഡലിലേക്ക് പോയോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ 2 സീറ്റിനും വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വയർലെസ് ചാർജർ. ഇതിൽ ഇപ്പോൾ സി ടൈപ്പ് പോർട്ടും കൊടുത്തിട്ടുണ്ട്, USB പോർട്ടും കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇന്റീരിയർ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചില സംഗതികൾ ഇപ്പോൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. പക്ഷേ ഈവൻ ഇതിൻ്റെ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ, യൂസബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്, ഫീച്ചേഴ്സ് ബെറ്റർ ആണ്. ക്രെറ്റ ഒരിക്കലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടേ ഇല്ല. ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ ബ്ലൈൻഡ് മോണിറ്ററിങ്, വ്യൂ, ഈ ഒരു സീറ്റിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ്, ഫുൾ ലെങ്ത് പാനോറാമിക് സൺറൂഫ്, ലെവൽ 2 ADAS വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമ്മൾ പറഞ്ഞത് ആ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ ഉള്ള ചെറിയ മാറ്റങ്ങളെ പറ്റി മാത്രമാണ്. സോ ബാക്ക് സീറ്റ് പഴയ ആ ഒരു സ്പേസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ വീൽ ബേസിൽ വ്യത്യാസമൊന്നുമില്ല, സ്പേസിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. സ്പേസ് ഉണ്ട്, ആക്ച്വലി നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൺ സ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പം ഗ്ലാസ്സിൽ നമുക്ക് ടിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ സൺസ്ക്രീൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമുക്ക് വരും. ചിലപ്പോൾ ടിൻറ്റ് ചെയ്യാമെന്നുള്ള റൂളും ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലെറ്റ്സ് കട്ട് ദാറ്റ്. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു സൺസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊരു AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. USB ഇല്ല, സി ടൈപ്പ് മാത്രമാണുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മുടെ ഫോണൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. സീറ്റ്സ് കുറച്ച് ഹാർഡാണെങ്കിലും കംഫർട്ടബിൾ ആണ്. നല്ലൊരു പൊസിഷൻ, നല്ല പൊങ്ങിയൊരു പൊസിഷൻ, നമുക്ക് ഫ്രണ്ടൊക്കെ ശരിക്കും കാണാൻ പറ്റുന്ന പോലെ ഒരു സീറ്റ് പൊസിഷനിങ് ബാക്കിൽ കിട്ടുന്നുണ്ട്. സോ ബാക്ക് സീറ്റ് ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൺറൂഫിൻ്റെ ആ ഒരു ഭാഗം കൂടെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിലൊരു ഹാൻഡ് റെസ്റ്റ്, കപ്പ് ഹോൾഡർ എല്ലാം കൊടുത്തിട്ടുണ്ട്. 60-40 എന്ന രീതിയിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുമാണ് നമുക്ക് ക്രെറ്റയുടെ ബാക്കിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഡ്രൈവ് ചെയ്ത വണ്ടികളെല്ലാം തന്നെ ഈ ഒരു കുഷനും കൂടെ വരുന്നുണ്ട്. സോ കുഷനുള്ളത് ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വേറെ വ്യത്യാസങ്ങളൊന്നും ബാക്ക് സീറ്റിൽ അധികം പറയാനില്ല. ഇപ്പോൾ ഇതിനകത്ത് ബോസിൻ്റെ സ്പീക്കേഴ്സ് 8 ബോസ് സ്പീക്കേഴ്സാണ് ഇപ്പോൾ ക്രെറ്റയിൽ വരുന്നത്. ഇനി നമുക്ക് സ്ട്രേറ്റ് അവേ പോകേണ്ടത് ഡ്രൈവിലേക്കാണ്. സോ നോർമലി നമ്മളൊരു മീഡിയ ഡ്രൈവിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ദ ലൈൻ ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് ലഭിക്കാറുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ട്രാവൽ പ്ലാനിൽ കുറേ ചേഞ്ചസ് വന്നുകൊണ്ട് നമുക്കിവിടെ ഒരു മാനുവൽ 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വെച്ച ക്രെറ്റയാണ് ഡ്രൈവിന് കിട്ടിയത്. എന്താണെങ്കിലും നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ വരുന്ന എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് എഞ്ചിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ തന്നെ ടർബോ പെട്രോൾ എഞ്ചിനും കൂടി വരുന്നുണ്ട് ഇതിനകത്ത്. അതിൽ DCT മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു ഡീസൽ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും കൂടി അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൽ നമുക്കൊരു മാനുവൽ 6 സ്പീഡ് മാനുവലാണ് നമുക്ക് വരുന്നത്. സോ ഈ എഞ്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇത് ഓടിച്ചിട്ട്? എനിക്കിതിനകത്ത് ഇനീഷ്യലി എനിക്ക് ഫീൽ, അതാ ഞാൻ പറഞ്ഞു വന്നത്. എഞ്ചിനെ പറ്റി നമ്മൾ ഇനീഷ്യലി നമ്മൾ എടുക്കുമ്പോൾ ഒരു ടോർക്ക് ഉണ്ടല്ലോ. സോ ഇനീഷ്യൽ ടോർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മേ ബി എനിക്ക് ആ ടർബോ വേണമെന്നൊരു ആഗ്രഹം വരുന്നത്. അപ്പം ഇനീഷ്യൽ വാസ് ഗുഡ്. സോ ടൗൺ യൂസിന് ഒരു പക്ഷേ ദിസ് വിൽ ബി സൂപ്പർ. ഗിയർ ബോക്സ് അടിപൊളിയായിട്ട്, ഗിയർ ബോക്സ് ഭയങ്കര പ്രോപ്പർ ടൈമിങ്, അതുപോലെ ഇറ്റ്സ് വെരി സ്മൂത്ത്, ട്രാവൽ അങ്ങനെ അധികം ഇല്ല. സോ ഇറ്റ്സ് നൈസ്. എനിക്ക് ഇപ്പം ഒരു ഹൈവേ ഡ്രൈവിനൊക്കെ അല്ലെങ്കിൽ ടൗണിനുള്ളിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. കാരണം സ്റ്റിയറിംഗും ലൈറ്റ് ആണ്, ക്ലച്ച് ലൈറ്റ് ആണ്, സ്റ്റിയറിംഗ് ലൈറ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഈ ഇതിൽ നോക്കി സംസാരിക്കുന്ന ബാബു ഇവിടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ലെവൽ 2 ADAS എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് ഒക്കെ നന്നായിട്ട് സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ഒരു ഫ്രീ ആണ്, സ്റ്റിയറിംഗ് ലൈറ്റ് ആണ്. സോ പഴയ ക്രെറ്റേനെക്കാട്ടിലും ഒരു കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സ്റ്റിയറിംഗിന്റെ കേസിൽ. എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ പഴയ ക്രെറ്റയുടെ തന്നെ അറ്റ്ലീസ്റ്റ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ബാഡ്. ആ ഒരു ഇതുണ്ട്. സസ്പെൻഷൻ ആണെങ്കിലും വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. സസ്പെൻഷൻ പഴയ ആ ഒരു സസ്പെൻഷൻ ഫീല് തന്നെയാണ് എനിക്ക് പുതിയ ഈ ക്രെറ്റയിലും എനിക്ക് കിട്ടുന്നത്. സസ്പെൻഷന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കാണ്, ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന എനിക്കാണ്. ഇവിടെ ബാക്ക് സീറ്റിന് 2 ലെവൽ ഓഫ് റിക്ലൈൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ബാക്കിലത്തെ റിക്ലൈനിൽ പോകുന്ന സമയത്ത് ആണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത്. ബിക്കോസ് ബാക്കിൽ സസ്പെൻഷന് ട്രാവൽ കുറവാണോ, ലൈക്ക് പഴയ ക്രെറ്റയിൽ ഉണ്ടായിരുന്ന ആ സിമിലർ ഇഷ്യൂ തന്നെ നമുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പം ട്രാവൽ കുറവായതുകൊണ്ട് വലിയൊരു കുഴിയിലൊക്കെ പോയി ചിലപ്പോൾ എന്നൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നേരത്തെ ക്രെറ്റയിലും ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഒരു നോർമൽ യൂസ്, ടൗൺ യൂസിനൊക്കെ ഇത് ഒരു പെർഫെക്റ്റ് കാർ ആവാൻ സാധ്യതയുണ്ട്.
എന്നുള്ളതാണ് എനിക്ക് as long as roads are good, road അടിപൊളിയാണെന്നുണ്ടെങ്കിൽ you will be 100%. ഇത് ടൗൺ യൂസിന് നല്ലതെന്ന് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ഗിയർ റേഷ്യോ കുറച്ചും കൂടെ ഷോർട്ടാണ്. അപ്പം എനിക്ക് ഒരു തേർഡ് ഗിയറിലിട്ടാലും ലോ സ്പീഡിലൊക്കെ ആണെങ്കിലും ഐ കൻ ക്ലൈംബ് അപ്പ്. ഇനീഷ്യൽ ടോർക്കും കൂടെ ഉള്ളതുകൊണ്ട് സോ ഇറ്റ് മേക്സ് ഡ്രൈവിംഗ് കുറച്ചും കൂടെ ടൗൺ യൂസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ടൗണിലെ ഡ്രൈവിംഗ് കുറച്ചും കൂടി ഈസിയർ ആക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ 6th ഗിയറിലിട്ടാണ് ഞാൻ പോകുന്നത് ബാബു. 6th ഗിയറിലാണെങ്കിലും ഒരു 30 അല്ലെങ്കിൽ 40 വരെ അത് ക്ലൈംബ് ചെയ്ത് കയറുന്നുണ്ട്. സോ ആ ഒരു അത്രയും ഡൗൺ RPM-ത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ സ്പീഡിലാണെങ്കിൽ പോലും ആ ഒരു ക്ലൈംബ് ഉണ്ട്. ടോർക്ക് ഡെഫിനറ്റ്ലി ലോ ആൻഡ് ടോർക്ക് നന്നായിട്ടുണ്ട്. അത് നമ്മൾ ഇനീഷ്യലി ഇതിട്ട് പറയുന്ന ഒരു കാര്യം. ലോ ആൻഡ് ടോർക്ക് എഞ്ചിൻ റിഫൈൻഡ് ആണ്, നമുക്ക് പ്രൊട്ടസ്റ്റ് ഒന്നുമില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ നല്ല ലോങ് ഗിയേഴ്സ് ആണ്. അപ്പോൾ ലോങ് ഗിയേഴ്സ് ആണെന്ന് മാത്രമല്ല ഭയങ്കര ഒരു ചെറിയ ഒരു ലാഗ് ഫീൽ. പക്ഷെ തേർഡിൽ നിന്ന് അങ്ങ് സീൻ മാറുകയാണ്. തേർഡും ഫോർത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡിൽ തേർഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ബെറ്റർ ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ഫോർത്തിലാണെങ്കിലും ബെറ്റർ ഫ്ലോ ഉണ്ട്. സോ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഐ എൻജോയ്. അതിനൊരു നല്ല വഴി വേണം. പക്ഷെ ടൗണിൽ വരുമ്പോൾ ഈവൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓൾ ഗുഡ്. ടൗണിൽ വരുമ്പോൾ ഏറ്റവും വേഗം തേർഡിലോട്ട് ഇടുക. ആൻഡ് ദെൻ യു വിൽ ബി കംഫർട്ടബിൾ. തേർഡ് ആൻഡ് എബോവ് എല്ലാം കംഫർട്ടബിൾ ആയിരിക്കും. വില അറിയണ്ടേ? പറയും. എനിക്കറിയാം 10 ലക്ഷത്തി, അതായത് ഈ സെയിം എഞ്ചിൻ സെയിം ഗിയർ ബോക്സ് വെച്ചുള്ള ബേസ് മോഡൽ ക്രെറ്റ 10,99,000 രൂപ എക്സ്ഷോറൂം പ്രൈസിന് വാങ്ങിക്കാം. സോ ദാറ്റ്സ് എ ഗുഡ് പ്രൈസ്. എനിക്ക് തോന്നുന്നത് ഈ എഞ്ചിൻ ആണ് നമ്മൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിന് എനിക്ക് തോന്നുന്നത് ഡ്രൈവിന് മീഡിയ ഡ്രൈവിന് പോയ ആർക്കും തന്നെ ഈ എഞ്ചിൻ കിട്ടിക്കാണില്ല. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. സോ ഈ എഞ്ചിൻ ആക്ച്വലി ആരും തന്നെ റിവ്യൂ പോലും ചെയ്യാൻ സാധ്യതയുമില്ല. എന്താണെങ്കിൽ ഈ എഞ്ചിൻ വെച്ചിട്ടുള്ള ബേസ് മോഡൽ ക്രെറ്റ നമുക്ക് 10,99,000 രൂപ എക്സ്ഷോറൂമിൽ ലഭിക്കും. അതുപോലെ ഫുൾ ഓപ്ഷന്റെ പ്രൈസ് വരുന്നത് 19,99,000 രൂപ, 20 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസ്. 19,99,000 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം, ബാറ്റയുടെ വിലയാണേ. അപ്പൊ 19.99 lakhs ടോപ്പ് ഇൻ വേർഷൻ ക്രെറ്റയും എക്സ്ഷോറൂം പ്രൈസ് നിങ്ങൾക്ക് ലഭിക്കും. കാര്യങ്ങൾ റോഷേട്ടാ, ഞാനൊരു ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒറ്റ ക്വസ്റ്റ്യൻ പറയും. ഈ ക്രെറ്റ സക്സസ്ഫുൾ ആയിരിക്കുമോ പഴയതിന്റെ വെച്ച് നോക്കുമ്പോൾ? അങ്ങനൊരു പ്രഡിക്ഷൻ ഒന്നും ഞാൻ പോകുന്നില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഹ്യുണ്ടൈ ഏത് വണ്ടി ഇറക്കിയാലും അതൊരു സക്സസ് ആണ് അല്ലേ? അത് തന്നെയായിരിക്കും ഈ ക്രെറ്റയിലും സംഭവിക്കാൻ പോകുന്നത്.